വേനൽക്കാലം യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ച് ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ്. കുട്ടികളുടെ സ്കൂൾ അവധിയും കുടുംബത്തോടൊപ്പമുള്ള യാത്രകളും നാടണയാനുള്ള ആഗ്രഹവുമെല്ലാം ഒത്തുചേരുന്ന ഈ സമയത്താണ് പലരുടെയും യാത്രാ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പുതിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് പെട്ടികൾ പാക്ക് ചെയ്ത് യാത്രയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പലരും തങ്ങളുടെ പാസ്പോർട്ടിന്റെ കാലാവധി ശ്രദ്ധിക്കുന്നത്. എന്നാൽ അത് പുതുക്കാനായി നോക്കുമ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെ യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികൾ വലിയൊരു അനിശ്ചിതത്വത്തിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമായിരിക്കുകയാണ്. കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നം എന്നതിനപ്പുറം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അവധിക്കാല ആസൂത്രണങ്ങളെയാണ് ഇത് പാടെ തകിടം മറിച്ചിരിക്കുന്നത്. ഈ പെട്ടെന്നുള്ള പ്രതിസന്ധിക്ക് പിന്നിൽ യുഎഇയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്ന താൽക്കാലികമായ ചില മാറ്റങ്ങളുണ്ട്. വർഷങ്ങളായി കോൺസുലാർ സേവനങ്ങൾ നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ, SGVS ഗ്ലോബൽ എന്നീ ഔട്ട്സോഴ്സിംഗ് ഏജൻസികളുമായുള്ള കരാർ അവസാനിച്ചിരുന്നു. തുടർന്ന് ഈ സേവനങ്ങൾ നൽകാനായി അൽഹിന്ദ് ഗ്ലോബൽ സർവീസസ് എന്ന പുതിയ ഏജൻസിക്ക് കരാർ നൽകിയെങ്കിലും ഇതേ ചൊല്ലി മറ്റ് 2 ഏജൻസികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതോടെ കാര്യങ്ങൾ സങ്കീർണമായി. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ പുതിയ ഏജൻസിക്ക് നിലവിൽ ചുമതലയേൽക്കാൻ സാധിച്ചിട്ടില്ല. ഈ അപ്രതീക്ഷിത നിയമക്കുരുക്ക് കാരണം അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്കും ദുബായിലെ കോൺസുലേറ്റിനും ഈ വലിയ ഉത്തരവാദിത്തം നേരിട്ട് ഏറ്റെടുക്കേണ്ടി വന്നു. തുടക്കത്തിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് നേരിട്ടെത്തുന്നവർക്ക് വാക്ക്-ഇൻ സേവനം നൽകിയിരുന്നെങ്കിലും തിരക്ക് അനിയന്ത്രിതമായതോടെ പൂർണ്ണമായും മുൻകൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനത്തിലേക്ക് മാറാൻ അധികൃതർ നിർബന്ധിതരാവുകയായിരുന്നു. നാട്ടിലേക്ക് പോകുന്നവർക്ക് മാത്രമല്ല, യുഎഇയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദയാത്രകൾ ആസൂത്രണം ചെയ്തവർക്കും ഈ സാഹചര്യം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. അന്താരാഷ്ട്ര യാത്രാ നിയമങ്ങളനുസരിച്ച് മിക്ക വിദേശ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം. വിമാന ടിക്കറ്റുകളും ഹോട്ടലുകളും ബുക്ക് ചെയ്ത ശേഷം യാത്രാ തീയതിക്ക് തൊട്ട് മുൻപ് മാത്രം ഈ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്ന പ്രവാസികൾ നിരവധിയാണ്. ഇത്തരക്കാർ അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ വരുന്നത്. പല പ്രവാസികൾക്കും തങ്ങളുടെ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഭാരിച്ച തുക നൽകി വിമാന ടിക്കറ്റുകൾ പുനഃക്രമീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. അപേക്ഷ സമർപ്പിച്ചാൽ പോലും പുതിയ പാസ്പോർട്ട് അച്ചടിച്ച് കൈകളിലെത്താൻ 3 ആഴ്ചയോളം സമയമെടുക്കുമെന്ന് ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നത് പ്രവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. നിലവിലെ സംവിധാനങ്ങൾ ദുബായ് കോൺസുലേറ്റിൽ മാത്രം പ്രതിദിനം 1000-ലധികം ആളുകളാണ് വിവിധ കോൺസുലാർ സേവനങ്ങൾക്കായി എത്തുന്നത്. ഒരേ സമയം 10,000-കണക്കിന് പ്രവാസികൾ ഔദ്യോഗിക ബുക്കിംഗ് പോർട്ടലായ book.passportindia.uae.com ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കനത്ത സാങ്കേതിക തടസ്സങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ലിങ്കുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തതും സ്ലോട്ടുകൾ മിനിറ്റുകൾക്കകം തീർന്നു പോകുന്നതും അപേക്ഷകരെ കടുത്ത നിരാശയിലേക്കാണ് തള്ളിവിടുന്നത്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സ്ഥിരീകരണ രേഖകൾ ഇല്ലാത്തവരെ നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാത്തതിനാൽ സ്ലോട്ട് ലഭിക്കാത്ത പലരും നേരിട്ടെത്തി ഭാഗ്യം പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഓഫീസുകൾക്ക് മുന്നിൽ കിലോമീറ്ററുകളോളം നീളുന്ന വലിയ ക്യൂ രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. കടുത്ത ചൂടിനെ അവഗണിച്ചും മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന പ്രവാസികളുടെ ദയനീയ ചിത്രം ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. പ്രവാസികളുടെ ഈ പരിഭ്രാന്തിയെയും അടിയന്തര സാഹചര്യത്തെയും ചൂഷണം ചെയ്യാൻ ചില തട്ടിപ്പ് സംഘങ്ങളും ഇടനിലക്കാരും സജീവമായി രംഗത്തുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വലിയ തുക ഈടാക്കി അപ്പോയിന്റ്മെന്റ് വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം വ്യാജ ഏജൻസികൾക്കെതിരെ ഇന്ത്യൻ എംബസി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ തികച്ചും സൗജന്യമാണെന്നും ഇതിനായി 3-ാം കക്ഷികൾക്ക് പണം നൽകരുതെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇത്തരം ചതിക്കുഴികളിൽ വീഴാതെ ഔദ്യോഗിക പോർട്ടൽ മാത്രം ഉപയോഗിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഔദ്യോഗിക ചാനലുകൾ വഴി എംബസിയിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. യുഎഇയിലെ ഇന്ത്യൻ മിഷനുകൾ ജീവനക്കാരുടെ എണ്ണം കൂട്ടിയും അധിക സമയം പ്രവർത്തിച്ചും ഈ അസാധാരണ തിരക്ക് നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണം മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം. പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അപേക്ഷിക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാലാവധി തീരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പുതുക്കൽ നടപടികൾ ആരംഭിക്കുന്നത് ഇത്തരം അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ നിന്നും യാത്രാ മുടക്കങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും. നിയമപരമായ തടസ്സങ്ങൾ നീങ്ങി പുതിയ ഏജൻസി പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ പ്രവാസികൾ ക്ഷമയോടെയും ജാഗ്രതയോടെയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.